എന്താടാ നീ എന്താടാ വിചാരിച്ചത്? ഞങ്ങളെ പറ്റിച്ചിട്ട് അങ്ങനെ രക്ഷപ്പെടാം? അങ്ങനെയൊന്നും നീ രക്ഷപ്പെടില്ല. നിനക്കുള്ള പണി ഇതിനകത്തുണ്ടായിരുന്നു. അത് കണ്ടോ, അത് വെച്ചാണ് നിന്നെ ഞങ്ങൾ പുറത്തേക്ക് വിട്ടത്. നീ ആരോടൊക്കെ സംസാരിച്ചു, എവിടേക്ക് പോയെന്ന് ഞങ്ങൾക്കറിയാം. നീ മേനോന്റെ കൂടെയുള്ള ആളെ വിളിച്ച് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അയാൾ എക്സിനെ കാണാൻ പറഞ്ഞു. അങ്ങനെ നീ അങ്ങോട്ട് പോയി. ഇതല്ലേ നിന്റെ എക്സ്? ഇനി നീ മിണ്ടാതിരിക്കുന്നോണ്ട് ഒരു കാര്യമില്ല. ഒരു കാര്യം ചെയ്യ്, നീ സത്യം പറഞ്ഞ നിന്നെ ഞങ്ങൾക്ക് ചിലപ്പോൾ രക്ഷിക്കാൻ സാധിച്ചേക്കും. പക്ഷേ അത് നീ തീരുമാനിക്കേണ്ട കാര്യോ? അതെ, ഇനിയുള്ള കാലം ജയിലിൽ കഴിയണോ അതോ എല്ലാ പ്രശ്നങ്ങളും തീർത്ത് സുഖമായി ജീവിക്കണോ? നീ തന്നെ തീരുമാനിക്കണം. മാപ്പ് സാക്ഷി ആയില്ലെങ്കിൽ ജയിലിൽ കഴിയാന്ന് വ്യാമോഹിക്കുന്നത്. മിക്കവാറും വധശിക്ഷ കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഈ കേസിലുണ്ട്. നീ പറ, യവനല്ലേ നിന്റെ എക്സ്? അതെ. ഞങ്ങൾക്കറിയാവുന്നുള്ള കാര്യം ഇത്. എന്നാലും നിന്റെ ഒരു മൊഴിയിലെ കുറവുണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം പൂർത്തിയായി. താങ്ക് യു, താങ്ക് യു. ഹലോ, മോളെ, ഞങ്ങൾ ആ ഡ്രൈവർക്ക് പൃഥ്വിയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. പൃഥ്വി തന്നെയാണെന്ന് അവൻ മൊഴിയും തന്നിട്ടുണ്ട്. പൃഥ്വിയെ കസ്റ്റഡിയിലെടുക്കാനും മെയിനോന്റെ ഡീറ്റെയിൽസ് അവനെ കൊണ്ട് പറയിക്കാനും പറ്റിയ അവസരം ഇത്. അതെ മോളെ, ഇനി അവനെ അവിടെ നാടകം കളിക്കാൻ സമ്മതിക്കരുത്. എന്തെങ്കിലും പറഞ്ഞ് അവനെ പുറത്തിറക്കുക, അറസ്റ്റ് ചെയ്യുക. പൃഥ്വിയെ അറസ്റ്റ് ചെയ്താലും അവൻ പെട്ടെന്ന് കാര്യങ്ങൾ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അവനെ നമ്മളെ കൈ കിട്ടിയ അവനെ കൊണ്ട് നമുക്ക് പറയിപ്പിക്കാന്നേ. ഓക്കെ കുട്ടേട്ടാ, നമുക്ക് എന്താ ചെയ്യാൻ പറ്റാന്ന് നോക്കാം. ശരി മോളെ. കുട്ടേട്ടൻ വിളിച്ചിരുന്നു. പൃഥ്വിയാണ് എക്സ് എന്ന ഡ്രൈവർ കൺഫേം ചെയ്തു. നമുക്കത് കഴിഞ്ഞ ദിവസം തന്നെ കൺഫേം ആയെങ്കിലും ഇങ്ങനൊരു മൊഴി വളരെ അത്യാവശ്യമായിരുന്നു. അതെ, ഇനി ആ ഡ്രൈവറെ മുന്നിൽ നിർത്തി പൃഥ്വിയെ ചോദ്യം ചെയ്താ അവനൊന്നും നിഷേധിക്കാൻ പറ്റില്ല. മേനോനെതിരെ മൊഴി തരാൻ പൃഥ്വി തയ്യാറായി നമ്മൾ രക്ഷപ്പെട്ടു. നമ്മൾ കരുതും പോലെ അതത്ര നിസ്സാരമല്ല. പക്ഷേ ഇതെന്തായാലും ഒരു അവസരമാണ്. നമ്മളത് മിസ്സാക്കാൻ പാടില്ല. ഇല്ല, നമുക്ക് പൃഥ്വിയെ കസ്റ്റഡിയിലെടുക്കാം. അത് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്യണോ വേണ്ടയോന്ന് മൊഴി എടുത്ത ശേഷം തീരുമാനിക്കാം.